ഹരേ കൃഷ്ണ. നമ്മുടെ കണ്ണനെ അശോകനെന്നും സദാഹാസി എന്നുമൊക്കെ ആചാര്യന്മാരും കവികളുമൊക്കെ വിളിക്കാറുണ്ട്. ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്തവൻ, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെ അവർ വിളിക്കാറുണ്ട്. പക്ഷേ അക്രൂരരോടൊപ്പം മധുരയിലേക്ക് യാത്ര ചെയ്യുന്ന ഭഗവാൻ യശോദമ്മയെ വിട്ട് പിരിയുന്ന സമയം കരഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ചുണ്ടുകൾ വിതുമ്പിയത് ബലരാമൻ ജ്യേഷ്ഠന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. താൻ കൊട്ടാരമുകളിൽ ഭാര്യാസമേതനായിരിക്കുമ്പോൾ തൻ്റെ പ്രിയ സുഹൃത്ത് സുധാമാവ് കുചേല ബ്രാഹ്മണനായി കാണാൻ വരുന്ന സമയം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന കണ്ണൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് ആ കുചേലൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മധുരാധിപതിയായി ദ്വാരകാധീശനായി നിൽക്കുന്ന തൻ്റെ ജനങ്ങളാൽ ചുറ്റപ്പെട്ട കണ്ണൻ തൻ്റെ വ്രജജനങ്ങളെക്കുറിച്ചോർത്ത്, തൻ്റെ ഗോപികമാരെക്കുറിച്ചോർത്ത്, തൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമായ രാധാറാണിയെക്കുറിച്ചോർത്ത് എത്രയോ തവണ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും. കൃഷ്ണ ഗുരുവായൂരപ്പ, നിൻ്റെ ശ്രീലകം കാണാതിരിക്കുമ്പോൾ, ആ തിരുമുമ്പിൽ വരാതിരിക്കുമ്പോൾ കണ്ണു നിറയാറുണ്ട് ഞങ്ങളുടേത്. അകലാതെ ഉടറാതെ ചേർത്ത് നിർത്തണേ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, ആ പത്മപാദങ്ങളോടൊപ്പം.